അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഇവർക്ക് എന്ത് വെളിപാട്, ഞാൻ ചോദിക്കട്ടെ, വെളിപാട് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊരു തുറവിയും ഇതിനെക്കുറിച്ചൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരേണ്ടതല്ലേ? ഇവര് പറയുന്ന വാക്ക് മുഖവിലക്ക് എടുക്കുകയാണെങ്കിൽ പെന്തക്കോസ്തുകാർക്ക് ദൈവശാസ്ത്രപരമായ പഠനമോ വെളിപാടോ ഇല്ല. അവർക്കുണ്ടാകുന്ന വെളിപ്പാടെന്ന് പറഞ്ഞാൽ ഓരോ ആളുകളുടെ അവയവങ്ങളിലുള്ള മുഴകള്, തടിപ്പുകള്, പാടുകള്, ഇതേപ്പറ്റിയൊക്കെയുള്ള വെളിപ്പാടാണ് പെന്തക്കോസിൽ കൂടുതൽ കിട്ടുന്നത്. അല്ലാതെ ഉപദേശപരമായിട്ട് വെളിപ്പാടൊന്നും. പിന്നെ കർത്താവ് ഉടനെ വരും എന്നൊരു വെളിപ്പാട് ഇടയ്ക്കിടയ്ക്ക് കിട്ടും. അപ്പൊ ജനത്തെ ഒന്ന് പേടിപ്പിക്കും, വരുന്നുണ്ട് ഉടനെ. അത്രയുള്ള വെളിപ്പാടൊക്കെ ഉള്ളു പെന്തക്കോസിൽ, വേറെ വെളിപ്പാടൊന്നും. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യം സ്ട്രക്ചേർഡ് ആയിട്ടുണ്ടോ? അപ്പൊ അതായത് ഇപ്പൊ പാസ്റ്റർ ഇപ്പൊ പഠിച്ചപ്പോ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അതിശക്തനായി മാറി, നിങ്ങൾക്ക് ആരെയും ഭയമില്ല. ഇപ്പം ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഓർഡർ ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇതുപോലെ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ ക്ലെയിം ചെയ്യാൻ ഇതര ബന്ധക്കോസുകാർക്കോ ഇല്ല, പെന്തക്കോസുകാർക്കൊന്നും ഇല്ല. പെന്തക്കോസുകാരുടെ സ്ട്രക്ചേർഡ് ബുക്ക് ഈ മാർച്ച് മാസത്തിൽ അവർ പബ്ലിഷ് ചെയ്യും. അവർ പ്രീ പബ്ലിക്കേഷൻ പണം എല്ലാം പിരിച്ചു. ഈ മാർച്ച് മാസത്തിൽ അത് ഇറങ്ങും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത മാസം ഇറങ്ങും. അതാണ് ആദ്യമായിട്ട് ഇറങ്ങാൻ പോകുന്ന സാധനം. ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അവര് 100 വർഷത്തെ ഒരു പാരമ്പര്യമാണ് ഇവര് ക്ലെയിം ചെയ്യും. ഇവര് 100 വർഷം ഇവര് എന്ത് ചെയ്യുകയായിരുന്നു പാസ്റ്റർ, താങ്കളുടെ ഒരു വീക്ഷണത്തിലൂടെ? 100 വർഷം അവരെ സംബന്ധിച്ച് അവരൊരു ക്ലബ്ബ് പോലെ ആയിരുന്നു. ക്ലബിന് പോലും ഒരു അടുക്കും ചിട്ടയുണ്ട്. ഇത് ആള് കൂടുക, ആളെ പറ്റിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയാം, ഈ വഴി സൈഡ് തൈലം വിൽക്കുന്നേ, അവർക്ക് എന്തെങ്കിലും രജിസ്ട്രേഷൻ വേണോ? അവർക്ക് എന്തെങ്കിലും സ്ട്രക്ചർ ഉണ്ടോ? ഒന്നുമില്ല. അതേസമയം ഒരു കട ഇട്ടിട്ട് ഒഫീഷ്യലി ഒരു കട നടത്തുന്നതായിട്ട് വ്യത്യാസമില്ലേ? ഇപ്പൊ ഈ ഒരു സ്ഥിരമായിട്ടൊരു കട നടത്തുമ്പോൾ അവിടുന്ന് ഒരു കളിപ്പ് പറ്റിയാൽ നമുക്ക് ആ കടയിൽ ചെന്ന് ചോദിക്കാം എന്ന് പറഞ്ഞതുപോലെ ആണ് ഇപ്പൊ ഇവിടുത്തെ യഥാർത്ഥമായ പഴയ സഭകൾ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ചോദിക്കാനും പറയാനും ഒക്കെ പറ്റും. അതിന് നമുക്ക് അപ്പീല് ബോധിപ്പിക്കാനോ പരാതി ബോധിപ്പിക്കാനോ ഒക്കെ അവസരമുണ്ട്. പെന്തക്കോസ്തിൽ അങ്ങനെയൊന്നുമില്ല. ആർക്കെതിരെ ആർക്കും ഒരു പരാതിയും പറയാൻ പറ്റത്തില്ല. എല്ലാവരും രാജാവാണ്. ഡയറക്റ്റ് യേശുവുമായിട്ടാണ് എല്ലാവർക്കും ബന്ധം. ഇപ്പൊ കത്തോലിക്കയിലെ ഒരു അച്ഛനോട് പരാതിയുണ്ട്, ബിഷപ്പുണ്ട്, അല്ലെ അസിസ്റ്റന്റ് ബിഷപ്പുണ്ട്, വികാരിയത്തിൽ പരാതി കൊടുക്കാം. അപ്പൊ അങ്ങനെ നമുക്കൊരു ഹൈറാർക്കി ഉണ്ട് ഈ സഭകളില്. പെന്തക്കോസ്തൽ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഡയറക്റ്റ് യേശുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. പരാതിയൊന്നും ഇല്ല. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കർത്താവിനോട് പറയാൻ പറ്റത്തുള്ളൂ. കാരണം കർത്താവിനും ഇതിനും ഇടയിൽ വേറെ ആരും ഇല്ലല്ലോ. അപ്പം ഡയറക്റ്റ് മൊത്തം കണക്ഷൻ കൊടുത്തിരിക്കുക. അതായത് എല്ലാ ബൾബിലോട്ടും മൂലമറ്റത്തിൽ നിന്ന് ലൈൻ വലിച്ച് കത്തിക്കുക. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇവർക്ക് യഥാർത്ഥത്തിൽ ഇവർ ഈ പറയുന്ന യേശു ക്രിസ്തു ഒരു വിശ്വാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ വിശ്വാസം എന്താണ്? ഞാൻ എന്റെ ലൈഫിൽ ഞാന് വളരെ കൃത്യമായിട്ട് പരിചയമുള്ള പാസ്റ്റർമാരുടെ എല്ലാം നേരിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്ന് വരെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പാസ്റ്ററെ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്റെ വീട്ടിൽ ഇവിടെ വിസിറ്റിങ്ങിന് വന്നിട്ടുള്ള ആളുകളുണ്ട്. ഇവിടെ ഊശണി വന്നുകൊണ്ടിരുന്ന പാസ്റ്റർമാരൊക്കെ ഈ 2018 വരെ മിക്ക പാസ്റ്റർമാരും എന്റെ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട്. കാരണം എനിക്ക് എന്റെ വീട്ടില് 2 മുറി ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ ഫുൾ ടൈം അത് റെഡിയാക്കി അങ്ങനെ ഇട്ടിരിക്കുക. അതുകൊണ്ട് ആർക്കും വന്നാലും താമസിക്കാൻ സൗകര്യമുണ്ട്. ഒരുപാട് പാസ്റ്റർമാർ ഇവിടെ വന്നു. അല്ലാതെ തന്നെ ഞാൻ ഈ ഓൺലൈനിൽ കൂടെയുള്ള പരിചയമുണ്ട്. ഞാൻ ഇവരോടൊക്കെ പരിചയപ്പെട്ട് നല്ലൊരു പരിചയമായി കഴിഞ്ഞാൽ, ലോഹ്യമായി കഴിയുമ്പോൾ ഒറ്റയടിക്ക് ചുമ്മാ ചോദിച്ചാൽ പറ്റത്തില്ല. 2 കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. വേദപുസ്തകം മുഴുവൻ വായിച്ചിട്ടുള്ള ഒറ്റ പാസ്റ്റർമാർ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇത് സത്യം 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 100 വട്ടം സത്യം. ഞാൻ ഇവരോടൊക്കെ ഇച്ചിരി ലോഹിയായി കഴിയുമ്പോൾ ചോദിക്കും, പാസ്റ്റർ ഇത് മുഴുവൻ വായിച്ചു? അത്ര ചിരിച്ചോണ്ടില്ലേ, മുഴുവൻ വായിച്ചിട്ടില്ല. അപ്പം ബൈബിൾ ഒരു തവണ പോലും മുഴുവൻ വായിക്കാത്തവന്മാരാണ് ഉപദേശമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടല്ലേ ഞാൻ കൂളായിട്ടിരുന്നമാരെ വെല്ലുവിളിക്കുന്നത്. അതൊന്നും മനസ്സിലായില്ലേ? കയറി വാടാ, അറിയത്തില്ല, ബൈബിൾ വായിച്ചിട്ടില്ല, ദൈവത്തിൽ വിശ്വാസവും ഇല്ല. കൃത്യമായി ചോദിച്ചാൽ യേശു ക്രിസ്തുവിൽ വിശ്വാസവും ഇല്ല. പിന്നെ ആളെ പറ്റിക്കുന്ന ഒരു കറക്ക് കമ്പനി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാസ്റ്റർ, അന്നേരം ഞാനൊരു സംശയം ചോദിക്കാം താങ്കൾ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ. അതായത് ഇപ്പം നമുക്കൊരു ബൈക്കിന്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ ബൈക്ക് ഓടിക്കാനും തിരിക്കാനും മറിക്കാനും ഒക്കെ അറിഞ്ഞ് ഒരു അതോറിറ്റി അത് വാച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്ത് അവർ ലൈസൻസ് തരും. ഇനി നമ്മൾ വൈദികരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ പഠിക്കുന്നു, പിന്നെ സെമിനാരികൾ പോയി പഠിക്കുന്നു, കൂതാശകൾ പരികർമ്മം ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കുന്നു, അതിന്റെ പ്രാധാന്യം, നാൾ വഴികൾ ഇവർ പഠിക്കുന്നു. ഇത്ര വർഷം കഴിയുമ്പം അധികാരികൾക്ക് ബോധ്യപ്പെടുന്നു, വൈദികനായി മാറുന്നു. ഈ പാസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു പാസ്റ്റർ ഉണ്ടാകുന്നെന്ന് പറഞ്ഞാല് പെന്തക്കോസ്തിലും പഠിപ്പിലൊക്കെ ഉണ്ട്. അവര് ബൈബിൾ കോളേജിൽ പഠിക്കുന്നു. പിന്നെ ഈ സെൻട്രൽ പാസ്റ്റർമാർക്കും ഒക്കെ തോന്നുമ്പം അവരെ അങ്ങ് പാസ്റ്ററാക്കും. ഇവൻ കൊള്ളാം. കാരണം ഒത്തിരി ഈ പുതിയ വേലസ്ഥലങ്ങളും ഒക്കെ ആണല്ലോ പെന്തക്കോസ്തിൽ. അപ്പൊ അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സഭകൾ കുറവല്ലേ. പുതിയ സ്ഥലത്ത് പോയി ആര് ധൈര്യപ്പെടുന്നോ, ആർക്ക് സാമർഥ്യമുണ്ടോ, ആളുകളെ പിടിച്ചു നിർത്താനും
ഒക്കെ ഒരു കഴിവുണ്ടെങ്കിൽ അവനെ പാസ്റ്ററാക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് പെന്തക്കോസിൽ അങ്ങനെ കൂദാശ പരികർമ്മങ്ങളൊന്നും ഇല്ലല്ലോ. എന്ത് കൂദാശയുള്ളൂ? ഒന്നുമില്ല. ഈ പാട്ടും പ്രാർത്ഥനയല്ലേ ഉള്ളൂ. അതായത് യാതൊരു പാസ്റ്റർ പറഞ്ഞ യാതൊരു മാനദണ്ഡങ്ങളായിട്ടൊന്നും വെക്കാനൊന്നുമില്ല. മുന്നേയുള്ള ഒരാളെ അയാളുടെ കൂടെ കൂട്ടുന്നു, ഒരു പാർട്ടി സെക്രട്ടറി, ഒരു പാർട്ടി മെമ്പറെ മറ്റവന് ഒരു സ്ഥാനം കൊടുക്കുന്നു, അതുപോലെ ഒരു 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 സെറ്റപ്പേ ഉള്ളൂ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിനൊക്കെ അത്യാവശ്യം ഒന്നുമില്ല ഇതിനകത്ത്, ഒന്നുമില്ല. അയ്യോ. ഓക്കെ.